വെഞ്ഞാറമൂട് മുക്കുന്നൂരുള്ള കുട്ടിയാണ് ഈ കൊല ചെയ്യപ്പെട്ടിരിക്കുന്ന കുട്ടി. അവരിപ്പോൾ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ അതുമായി ബന്ധപ്പെട്ട മൊഴി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പഞ്ചായത്ത് മെമ്പർ. അതുമായി ബന്ധപ്പെട്ട ഇത് നടക്കുകയാണ്. ഫർസാൻ എന്താണ് ഇത്? ഇതാണ് കുട്ടി, ഇതാണ് പെൺകുട്ടി. ഇപ്പം അത് കാണിക്കണ്ട, അതിപ്പോൾ കാണിക്കണ്ട, അത് ഒന്നാവണ്ടേ. ഫർസാന എന്നാണെന്ന് തോന്നുന്നത്. എന്നാണ് എനിക്ക് ഇപ്പം വേണമെങ്കിൽ ഇപ്പോൾ ഒന്നും കൂടി കറക്റ്റ് ആക്കി തരാം. ഇത് മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞു. അവരിപ്പോൾ പോലീസ് സ്റ്റേഷനിലുണ്ട്. അവർ പോലീസ് സ്റ്റേഷനിൽ മൊഴി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് ഈ കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതെന്ന് ഇപ്പം പറയാം. ഇന്ന് 3:30 മണിക്കാണ് കുട്ടി വന്നതെന്നും ആണ് ഇപ്പോൾ അവിടെ പോലീസിൽ ഈ കുട്ടികളുടെ മാതാപിതാക്കൾ മൊഴി കൊടുത്തിരിക്കുന്നത്. പഞ്ചായത്ത് 3:30 മണിക്കാണ് ഇന്ന് വീട്ടിൽ നിന്ന് പോകുന്നത്. അതറിഞ്ഞൂടെ, വീട്ടിൽ നിന്ന് പോയത് വിവരം അറിയുക. കാരണം ചെറുപ്പക്കാരൻ്റെ പോയെന്നോ മറ്റു വിവരം അവർക്ക് കിട്ടിക്കാണൂല്ലോ. എങ്കിൽ നേരത്തെ അവർ വരുമായിരുന്നു. ഇത് ഞാൻ വിളിച്ച് അവിടുത്തെ പഞ്ചായത്ത് മെമ്പറോട് പറഞ്ഞതിന് ശേഷമാണ് അവരിത് അറിയാൻ തിരക്കാൻ കാരണം ഇറങ്ങിയത്. ഷീജ, സുനിൽ പിതാവ്, ഫർസാൻ. വെഞ്ഞാറമൂട് മുക്കുന്നൂർ എന്ന് പറയും. ഈ മാതാപിതാക്കൾ ഇപ്പോൾ പോലീസിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ കൊടുക്കുന്നത്. ഇന്ന് പോയെന്നാണ് പഞ്ചായത്ത് മെമ്പർ. ഞാൻ പഞ്ചായത്ത് മെമ്പറുമായി ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞത് ഇന്ന് 3:30 പോയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അങ്ങനെ ഇതിന് മുന്നേ പോകാൻ സാധ്യതയില്ല. കാരണം ഈ കുട്ടിയുടെ പിതാവ് ഞാനും ഇന്നലെ ഉച്ചയ്ക്ക് 1 മണി വരെ വെഞ്ഞാറമൂട്ടിൽ ഒരുമിച്ചുണ്ടായിരുന്ന ഒരു കല്യാണത്തിന് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അടുത്തിരുന്നാണ് ഭക്ഷണം കഴിച്ചത്. ഇന്നലെ ഈ കുട്ടിയുടെ പിതാവ്. അതാണ് എനിക്ക് അങ്ങനെ ഒരു സംശയം വീണ്ടും വരാൻ കാരണം. 2 ദിവസം മുമ്പ് വന്നു ആ കുട്ടി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സംശയം തോന്നിയതാണ്. ആശുപത്രിയിൽ വെച്ച് കണ്ടപ്പോൾ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പെൺകുട്ടിയുടെ കാര്യത്തിൽ സ്ഥിരീകരണമാവുകയാണ് ഇപ്പോൾ ബന്ധുക്കൾ. ദേവിക, പെൺകുട്ടി ആരാണ് എന്നുള്ളൊരു കാര്യത്തിലുള്ളൊരു എല്ലാവരും പോലീസ് സ്റ്റേഷനിലുണ്ട്. ഇപ്പം താങ്കളുടെ പേരൊന്ന് പറയാം. എൻ്റെ പേര് ബിനു എസ് നായർ. ഈ പെൺകുട്ടിയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് ദേവിക ഇപ്പോൾ പുറത്തു വരുന്നത്. ഫർസാന എന്ന പെൺകുട്ടിയാണ് ഈ ഒരു ഈ കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് ഒരു 3 മണിയോടുകൂടിയാണ് ഈ പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എന്നുള്ളത് പറയുന്നു. പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ ഉൾപ്പെടെ. വീട് എവിടെയാണ്? വെഞ്ഞാറമൂട് മുക്കുന്നൂര് എന്ന് പറയുന്ന സ്ഥലത്ത്. കാരണം ഈ കുട്ടി കുറച്ച് നാൾ വെഞ്ഞാറമൂട് വാർഡിൽ, എൻ്റെ ടൗൺ വാർഡിൽ കുറച്ച് നാൾ അവർ അവിടെ താമസമായിരുന്നു. അവിടുന്ന് വിറ്റ് ആണ് ഇവർ ഈ മുക്കുന്നൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നത്. വെഞ്ഞാറൂർ ടൗണിൽ നിന്ന് 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ അപ്പുറം. ഈ വീടുമായി ഏകദേശം 4 കിലോമീറ്റർ 4-5 കിലോമീറ്റർ വരും. പഠിക്കുന്ന കുട്ടിയായിരിക്കും. അതിനെ കുറിച്ച് അറിയില്ല. ഒരു മകനും ഒരു മകളുമാണ്. ഈ ഇദ്ദേഹം സുനിൽ എന്ന് പറഞ്ഞ ഒരു വെൽഡറാണ്. വെൽഡിംഗ് വർക്ക്ഷോപ്പൊക്കെ നടത്തുന്ന കക്ഷി. വെഞ്ഞാറമൂട് തന്നെ. അതെ, ഫർസാൻ അതല്ലേ പറഞ്ഞ ഫർസാൻ. സുനിൽ ഇല്ല, പിതാവുമായിട്ട് സംസാരിച്ചില്ല. ഇപ്പൊ ഞാൻ സംസാരിച്ച അവിടുത്തെ പഞ്ചായത്ത് മെമ്പറുമായിട്ടാണ്. കാരണം എനിക്ക് സംശയം തോന്നിയപ്പോൾ തന്നെ ഈ പഞ്ചായത്ത് മെമ്പറാണ് ബന്ധപ്പെടുന്നത്. പഞ്ചായത്ത് മെമ്പർ ബന്ധപ്പെട്ടപ്പോൾ പഞ്ചായത്ത് മെമ്പർ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഇങ്ങനൊരു കുട്ടി പോയതായിട്ട് സാധാരണ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ മെമ്പർ ഇടപെടുന്ന ഒരാളാണ്. അങ്ങനെ കക്ഷി ഇപ്പോൾ വീട്ടിൽ പോയി ഒരു അന്വേഷണം നടത്തിയതിന് ശേഷമാണ് ഇത് കൺഫേം ആക്കി അവർ ഹോസ്പിറ്റലിൽ പോയി ഐഡന്റിഫൈ ചെയ്തതിന് ശേഷമാണ് പോലീസിന് ഇപ്പം മൊഴി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് നമുക്കറിയില്ല, വീട്ടുകാർക്കും അറിയില്ല. എങ്കിൽ ഇന്നലെ എന്നോട് സൂചിപ്പിച്ചു തരായിരുന്നു കക്ഷി. അതൊന്നും ഇല്ല. അതെ. ഈ ഫർഹാന എന്നുള്ള പെൺകുട്ടിയാണ് കൊല്ലപ്പെട്ടത് എന്നുള്ളൊരു കാര്യത്തിലൊരു സ്ഥിരീകരണം വന്നിട്ടുണ്ട്. ഇത് കാമുകിയാണോ മറ്റേ സുഹൃത്താണോ എന്നുള്ള കാര്യത്തിലൊന്നും തന്നെ ഇതുവരെ ഒരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല. ഇപ്പോൾ ഏതായാലും പെൺകുട്ടിയുടെ മാതാപിതാക്കൾ, അത് സുനിൽ, ഷീജ എന്നുള്ളതാണ് മാതാപിതാക്കളുടെ പേര്. അത് വെൽഡിംഗ് തൊഴിലാളിയാണ് ഈ പിതാവ് എന്നുള്ളതാണ് ഇവർ പറയുന്ന ഒരു കാര്യം. ഇന്ന് 3 മണിയോടുകൂടിയാണ് വീട്ടിൽ നിന്നും ഈ പെൺകുട്ടി ഇറങ്ങിയത്. പെൺകുട്ടി വീട്ടിൽ നിന്നും ഇറങ്ങി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഫർഹാന എന്നാണ് പെൺകുട്ടിയുടെ പേര് പുറത്തേക്ക് വരുന്നത്. പെൺകുട്ടിയുടെ മാതാപിതാക്കളെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്.